സോ ഗായ്സ് അതങ്ങനെ ഫിക്സ് ആയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ എൽ ക്ലാസിക്കോ ഫൈനൽ കൺഫേം ആയിട്ടുണ്ട്. 11 ജനുവരി നമ്മുടെ കിങ്സ് അബ്ദുള്ള ജിദ്ദ ആ ഒരു സ്റ്റേഡിയത്തിൽ തീ പാറും എന്നുള്ള കാര്യവും കൺഫേം ആയിട്ടുണ്ട്. എൽ ക്ലാസിക്കോ വെറുതെ ഒരു ലീഗ് മാച്ചസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു വെറും വാശിയാണ് ആ ഒരു മാച്ചിലുള്ളത്. ലാസ്റ്റ് എൽ ക്ലാസിക്കോ നമുക്കറിയാം, ലമീൻ യമാൽ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മളെ പൊലിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല, പക്ഷേ ദാറ്റ്സ് എ ഫൈനൽ, എൽ ക്ലാസിക്കോ ഫൈനൽ. ദാറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് എൽ ക്ലാസിക്കോ ഫൈനൽ വരണം എന്നുള്ളത്. ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് ഫൈനൽ വരണം, സൂപ്പർ കോപ്പ ഡി എസ്പാനിയ. അത് തന്നെ സംഭവിച്ചു. ഞാൻ വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ് മാച്ച്. ജനുവരി 11 ആ ഒരു മാച്ച് ഉള്ളത്. സോ നമുക്ക് ഇന്ത്യൻ സമയം എപ്പോഴാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ ഞാൻ സ്റ്റോറി ഇടാം എപ്പോഴാണ് കറക്റ്റ് ടൈം എന്നുള്ളത്. ബാക്കി ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സും ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ സ്റ്റോറി ഇട്ടിട്ട് താല്പര്യമുള്ള പോയി അത് ഫോളോ ചെയ്യുക. സോ മാഡ്രിഡ് ഡെർബി ഒരു ടൈറ്റ് കട്ടക്ക് മാച്ച് തന്നെയായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ്. എന്താ പറയുക, തൊട്ടക്കം തന്നെ ഫെഡറിക്കോ വാൽവർദേയുടെ ഒരു ബാങ്ങർ പവർഫുൾ ഹിറ്റിംഗ് ഷോട്ട് എന്നൊക്കെ പറയില്ലേ, പവർഫുൾ ഷോട്ട് ഫ്രീ കിക്കിലൂടെ തൊട്ടക്കം തന്നെ ഫെഡെ വാൽവർദെ ഒരു ലീഡ് റയൽ മാഡ്രിഡ് കൊടുക്കുന്നു വിത്തിൻ 77 സെക്കൻഡ്സ്. ഓക്കെ, 77 സെക്കൻഡ് ആയപ്പോഴേക്കും ആ ഒരു ലീഡ് റയൽ മാഡ്രിഡ് ഫെഡറിക്കോ വാൽവർദെ കൊടുത്തു. ദെൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നും നല്ല കുറേ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ റോഡ്രിഗോ വീണ്ടും ലീഡ് ഉയർത്തുന്നു, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചടിക്കുന്നു. പിന്നെ അതിൻ്റേതായുള്ള രീതിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ബോൾ പൊസഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ 55% പൊസഷൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കയ്യിലാണ്. 22 ഷോട്ട് ഉണ്ട്. അവസാനം കുറച്ച് ഹീറ്റഡ് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. ഡിയേഗോ സിമിയോണി വിനീഷ്യസ് ജൂനിയറും തമ്മിലൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നടന്നു. അതിലെന്താണ് ഡിയേഗോ സിമിയോണി പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ടിലുള്ള സിമിയോണി അച്ചങ്ങായി എജ്ജാതി പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തത്. So totally this match hits different. ഓക്കെ, മൊത്തത്തിൽ ഒരു മാഡ്രിഡ് ഡെർബി എങ്ങനെയാണോ അതിൻ്റെ എല്ലാം നമുക്ക് ആ ഒരു കിങ്സ് അബ്ദുള്ള സ്റ്റേഡിയം ജിദ്ദയിൽ നമുക്കത് കാണാനുണ്ടായിരുന്നു. ലിറ്ററലി നമുക്കത് വാട്ട് എ മാച്ച്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാച്ച്. ഞാനൊരു മാഡ്രിഡ് ഡെർബിയിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത്, ഒരു എക്സൈറ്റിങ് ത്രില്ലിങ്, വല്ലാതെ അങ്ങനെ വഴക്കും മടിയും മറ്റേ വെറും വാശി എന്തായാലും വേണം, വഴക്കും മടിയൊക്കെ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഓക്കെ, ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡുള്ള ആ ഒരു മാച്ച്, അത് എനിക്ക് പേഴ്സണലി ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി. ഓക്കെ, ടു ബി ഫ്രാങ്ക് എനിക്കത് എന്താ പറയുക, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മാച്ചിൽ, ടു ബി ഫ്രാങ്ക്. ഇനി ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് ഉണ്ട്, എൽ ക്ലാസിക്കോ ഫൈനൽ. അതും ഇതുപോലെ ഒരു ടൈറ്റ് മാച്ച് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് ആര് വിജയിക്കും, ആര് വേണേലും വിജയിക്കാം. ആരായിരിക്കും ഈ ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാനിയ എൽ ക്ലാസിക്കോ ഫൈനലിൽ ആരായിരിക്കും വിജയിക്കാം, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. സോ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സാബി അലൻസോ ഓൾമോസ്റ്റ് ആ ഒരു സെയിം 11 തന്നെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് റയൽ ബെറ്റിസിന് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, സെയിം 11 തന്നെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. കിലിയൻ എംബാപ്പെ ഇല്ല. ദാറ്റ്സ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എന്താ പറയുക സെറ്റ് ബാക്കാണ്. കാരണം ഗോൾ സ്കോറിങ് മെഷീനാണ് എംബാപ്പെ. നമുക്ക് ലാസ്റ്റ് ഇയറിലെ കലണ്ടർ ഇയറിൽ സ്റ്റാറ്റ്സ് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 59 ഗോള് എംബാപ്പെ, 13 ഗോള് വിനീഷ്യസ്, 10 ഗോള് ബെല്ലിംഗാം, 11 ഗോള് റോഡ്രിഗോ. അങ്ങനെ എംബാപ്പെ വെച്ച് കഴിഞ്ഞ് ബാക്കി എല്ലാവരും 10 to 20 അതിൻ്റെ താഴെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗോൾ സ്കോറിങ് മെഷീൻ ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു സെറ്റ് ബാക്ക് തന്നെയാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ റയൽ ബെറ്റിസിനെതിരെ നമ്മൾ അങ്ങനെ ഒരു ഗോൾ സ്കോറിങ് മെഷീൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊന്നും നമ്മൾ കണ്ടില്ല. ഗോൾ സ്കോർ ചെയ്യായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് റയൽ മാഡ്രിഡ്. 5-1 എന്നുള്ളൊരു സ്കോറിന് ഗോൺസാലോ ഗാർസിയൻ്റെ ഹാട്രിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ലിറ്ററലി ആ ഒരു മാച്ചിൽ അങ്ങനെ എംബാപ്പെ ഇല്ലാത്തതിൻ്റെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ എംബാപ്പയെ മിസ് ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് യെസ്. ഓക്കെ, ആ ഒരു പല സമയത്തും ഫിനിഷിങ്ങിന് പറ്റിയ ഒരാളില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഗോൺസാലോ ഗാർസിയ ചങ്ങായി പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചങ്ങായിക്ക് ഫൈനൽ തേർഡിൽ കാര്യമായിട്ടൊന്നും ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാനം നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു ഗോൺസാലോ ഗാർസിയക്ക്. അത് പാസ് ചെയ്യാനായിരുന്നു, ഒന്നല്ലേ ആർദെ ഗുൾഡറല്ലേ അതിൻ്റെ അപ്പുറത്തുള്ള ഒരാൾക്ക് പാസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിരുന്നു. പക്ഷേ ബിക്കോസ് ഓഫ് ഇൻഎക്സ്പീരിയൻസ് ആ ചങ്ങായി അത് നേരെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡിഫൻഡറിൻ്റെ കാലിലോട്ടൊക്കെ ഇട്ട് തട്ടിയിട്ടു. ഓക്കെ, എന്തായാലും അത് വിടാം, അതിലോട്ട് ഒക്കെ വരാം. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഡിയേഗോ സിമിയോണിയുടെ ഇഷ്യൂ അതിനെക്കുറിച്ചൊക്കെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിനായിട്ട് ആ ഒരു ലൈനപ്പിലോട്ട് വരാം. ഗോൾ കീപ്പറായിട്ട് ഓഫ് കോഴ്സ് ആരായിരിക്കും തിപ്പോ കൂട്ടുക. ഡിഫൻഡേഴ്സായിട്ട് റൂഡിഗറും റൗൾ അസൻസിയോയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റൈറ്റ് ബാക്കിൽ ഫെഡറിക്കോ വാൽവർദെ. ട്രെൻഡും അവൈലബിൾ ആണ്, കാർവാളും അവൈലബിൾ ആണ്. പക്ഷേ റിസ്ക് എടുക്കാൻ വയ്യ.
ഫെഡറിക്കോ വാൽവർദ്ദേ തന്നെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് ബാക്കിൽ കരേരാസ്. പിന്നെ അതുപോലെ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, കെമവിംഗ അതുപോലെ എച്ചമിനി. കെമവിംഗ നമുക്കറിയാം ആ ഒരു ബോൾ കൺട്രോളിങ്ങിൽ മാസ്റ്ററാണ്. ഓക്കെ, അത് കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ കാണുന്നുണ്ട്. സോ അത് വേണം ഈ ഒരു മാച്ചിലും. സോ അതുകൊണ്ട് ഇവർ 2 പേർക്കും പിന്നെ ഈ ഒരു ഡിഫൻസിനെ നമ്പാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു എക്സ്ട്രാ സപ്പോർട്ടിനായിട്ട് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ ഇറക്കി. അവർ നമ്പർ 10 ബെല്ലിംഗാം, ലെഫ്റ്റിൽ വിനീഷ്യസ്, റൈറ്റിൽ റോഡ്രിഗോ, സ്ട്രൈക്കറായിട്ട് ഗോൺസാലോ ഗാർസിയ. ഇങ്ങനെയായിരുന്നു ലൈനപ്പിൽ ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് വരെ സിമിയോണിയും പിന്നെ അതുപോലെ സൊർലോത്തും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂലിയൻ അൽവാരസ്, കോക്കെ, യാനബ്ലക്ക് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് ടീം. അവരും ഒരു ഫുൾ ടീമിനാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അൽമാഡയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു ഫുൾ ടീം പോലെ തന്നെയാണ് അവന്മാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ കട്ട മാച്ച് തന്നെയായിരുന്നു. വിത്തിൻ 77 സെക്കൻഡ്സ് ഒരു സ്ട്രെയിറ്റ് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. മാൻ വാൽവർദ്ദേ പൊട്ടിച്ചൊരു പൊട്ടിക്കൽ യജാതി. ഓ മൈ ഗോഡ്, ഔട്ട് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി സാധനം, പവർഫുൾ. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അത് കേട്ടപ്പോൾ ലിറ്ററലി ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഓക്കെ, വാൽവർദ്ദേൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു നല്ലൊരു ഗോൾ കണ്ടിട്ട് എത്ര കാലമായി. കഴിഞ്ഞ മാച്ചിൽ 2 അസിസ്റ്റ് ഉണ്ട്, 2 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ ഇങ്ങനത്തെ ഒരു പവർഫുൾ ഷോട്ട് കണ്ടിട്ട് എത്ര കാലമായി വാൽവർദ്ദേൻ്റെ ഒക്കെ. ഈ സീസണിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു നല്ലൊരു ഗോള് വാൽവർദ്ദേൻ്റെ. സോ അത് കാണാൻ പറ്റി. ഇത് ബേസിക്കലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റയൽ മാഡ്രിഡ് ഇതാണ്. വാൽവർദ്ദേൻ്റെ ഒരു പവർഫുൾ ഷോട്ടുള്ള ഒരു ഗോള്, വിനീഷ്യസിൻ്റെ ഒരു കട്ട ഡ്രിബ്ലിങ്, റോഡ്രിഗോൻ്റെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ളൊരു ഗോള്, പിന്നെ അതുപോലെ തന്നെ കെമവിംഗ അത് ആരും പ്രതീക്ഷിക്കാതെ ഗോൾ ചെയ്യുക, ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യുക, എച്ചമിനി ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റയൽ മാഡ്രിഡ്. ചില സമയത്ത് എംബാപ്പയൊക്കെ ഉള്ള സമയത്ത് എംബാപ്പെ മാത്രം അവിടെ കളിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും ഔട്ട് ഓഫ് ഫോമായി പോകും. അപ്പോഴാണ് നമ്മളിങ്ങനെ പറയുന്നത് എന്തിനാണ് ഈ ഒരു എംബാപ്പയിൽ ഇത്രയും ഓവർ ഡിപ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഓൾമോസ്റ്റ് അല്ല, ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് കേരളത്തിലുള്ളതും പുറത്തൊക്കെ ആയിട്ട് എല്ലാവരും അതന്നെ പറയുന്നുള്ളൂ. ഈ ഒരു എംബാപ്പയിൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. പക്ഷേ സാബി അലോൻസോ എംബാപ്പ ഇല്ലാതെ ഈ ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. ഓക്കെ, നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്തു. റോഡ്രിഗോക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കഴിഞ്ഞ 6 മത്സരങ്ങളായിട്ട് റോഡ്രിഗോ കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിലെയും വിന്നിങ് ഗോൾ കോൺട്രിബ്യൂഷൻ ഫ്രം റോഡ്രിഗോ ആൻഡ് ഫെഡറിക്കോ വാൽവർദ്ദേ. ഓക്കെ, വിനീഷ്യസ് ജൂനിയർ ഇന്നും ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ കുഴപ്പമില്ല, അദ്ദേഹം ഒരു ഡിഫെൻസീവ്ലി നല്ല വർക്കാണ് നടത്തിയത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു സൊർലോത്തിൻ്റെ ഒരു ഗോൾ വന്നല്ലോ, അതായത് റയൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചടിച്ചു. അത് ഞാൻ നോക്കിയപ്പോൾ മാർക്കൊക്കെ ഉണ്ട്. വിനീഷ്യസ് ജൂനിയറിനെ പറയുന്നത് ലെഫ്റ്റ് ബാക്കും മറ്റേ കെമവിംഗ എച്ചമിനി അവരെ ആരും ഇല്ല, അവിടെ ഡിഫൻഡേഴ്സ് ആരുമില്ല, അവന്മാരും ലേസി പിടിച്ചിരിക്കുക. ആ ഒരു സിമിയോണിയുടെ ആ ഒരു റണ്ണാണല്ലോ വിനീഷ്യസ് ജൂനിയർ അവിടെ നിന്നതുകൊണ്ടാണ് സിമിയോണി ആ ഒരു റണ്ണ് നടത്തിയത്. ഫോർവേഡായിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ ഇവിടെ വന്ന് ബോൾ ട്രാക്ക് ചെയ്ത് ആ ചങ്ങായിമാരെ നോക്കുന്നുണ്ട് അവൻ. വിനീഷ്യസ് ജൂനിയർ കരേരാസ് അവിടെ ഇല്ല, കെമവിംഗ അവിടെ ഇല്ല, മാനന്മാരധികം ഒരു ഡിഫൻഡേഴ്സ് ഇല്ല, ഓൾമോസ്റ്റ് ബോക്സിൻ്റെ എഡ്ജില്ല. ഓക്കെ, അവന്മാരും എന്നെ ട്രാക്ക് ചെയ്തില്ല. എന്നിട്ട് മാർക്കൊക്കെ മറ്റേ കുറ്റം പറയുന്നത് വിനീഷ്യസ് ജൂനിയറിനെ. എന്തൊക്കെ പറഞ്ഞാൽ അത് വെറുതെ ഒരു കാര്യമില്ലാതെ വിനീഷ്യസ് ജൂനിയറിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു യൂഷ്വൽ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി അതിനോട് യോജിപ്പില്ല. ടു ബി ഫ്രാങ്ക്, വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ മാച്ചിൽ പറ്റുന്ന പോലെ അദ്ദേഹം വർക്ക് റേറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ഒരു നല്ല ടച്ച് അല്ലായിരുന്നു വിനീഷ്യസിന്. റയൽ ബെറ്റീസിനെതിരെ നല്ല ടച്ചായിരുന്നു, പക്ഷേ റയൽ ബെറ്റീസിനെതിരെ അദ്ദേഹം പ്രോപ്പർ വർക്ക് റേറ്റ് കൊടുത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നല്ല ടച്ചായിരുന്നു റയൽ ബെറ്റീസിനെതിരെ, പക്ഷേ ഈ മാച്ചിൽ അത്ര നല്ല ടച്ചല്ല അദ്ദേഹത്തിന് കിട്ടിയത്. സോ പക്ഷേ അദ്ദേഹം നല്ല വർക്ക് റേറ്റ് കൊടുത്തു. ഡിഫെൻസീവ്ലി ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിലൊരു നല്ല വർക്ക് റേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഞാൻ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഇതിൽ സാറ്റിസ്ഫൈഡാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് റേറ്റിൽ സാറ്റിസ്ഫൈഡാണ്. അത് ഫോം അല്ലാത്ത ദിവസം പറ്റുന്ന പോലെ ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് വിനീഷ്യസ് ജൂനിയർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പിന്നെ ഗോൺസാലോ ഗാർസിയ അദ്ദേഹത്തിന് കാര്യമായിട്ട് കഴിഞ്ഞ മാച്ചിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവസാനം ഒരു ഗോൾ അടിക്കാനുള്ളൊരു ഓപ്പൺ ചാൻസ് കിട്ടിയെന്ന് ഒരു 3 റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഗോൺസാലോ ഗാർസിയ പാസ് ചെയ്ത് നേരെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്ലെയറിനായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടോട്ടലി കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബെല്ലിംഗാം മാൻ, ഫസ്റ്റ് ഹാഫൊക്കെ എച്ചാതി പെർഫോമൻസ് ആ ചങ്ങായി പുൾ ഓഫ് ചെയ്ത്. വർക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കണ്ടുപിടിക്കണം. ബോള് പൂവ് വരിക വീഴ് താവ് എവിടെ നിന്നാന്ന് വെച്ചാൽ ആ ചങ്ങായി ബോള് കടന്ന് ഉരുണ്ട് എടുത്ത് എങ്ങനെയെങ്കിലൊക്കെ അത് വിനീഷ്യസ് ജൂനിയറിനോ റോഡ്രിഗോനോ ആർക്കെങ്കിലൊക്കെ എത്തിക്കും. ഓക്കെ, ആ കട്ടന്ന് ഉരുണ്ട് ബോൾ എടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അച്ചാതി വർക്ക് റേറ്റ്. സ്ഥിരം നമ്മൾ കാണുന്നത് തന്നെ ബെല്ലിംഗാമിന്, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യടി, കാര്യം പറയല്ലോ, പറയാതിരിക്കാൻ വയ്യ, അമ്മാതിരി വർക്ക് റേറ്റ്. റോഡ്രിഗോ ആസ് യൂഷ്വൽ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു റൈറ്റ് വിങ്ങിൽ കളിക്കാനുള്ളത്,
വിത്ത് നല്ല ഫോമിൽ എങ്ങനെയാണ് കളിക്കാറുള്ളത് അതുപോലെ ഓക്കെ ആ ഒരു മറ്റേ സാബി അലൻസോ മറ്റേ ലെഫ്റ്റ് വിങ്ങിലൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചത് അതുപോലെയല്ല. സംഭവം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് വിങ് ആണ്, പക്ഷേ അദ്ദേഹം ഫോം ആവുന്നില്ല. അത് സാബി അലൻസോ വല്ലപ്പോഴൊക്കെ ഇറക്കും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കുമ്പോൾ റൈറ്റ് വിങ്ങിൽ ഫോം ആവുന്നുണ്ട്. അപ്പോൾ അതിൽ ആസ് യൂഷ്വൽ എങ്ങനെയാണോ റയൽ മാഡ്രിഡിൽ നമ്മൾ കഴിഞ്ഞ ഒരു 6 മാച്ചസായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു റോഡ്രിഗോനെ തന്നെ നമ്മൾ വീണ്ടും കണ്ടു. നല്ല കളി അദ്ദേഹം പുറത്തെടുത്തു. ഓക്കെ, പിന്നെ കമവിംഗ മാൻ ആ ചങ്ങാനിയും പറയണം, ഒരു എന്താ പറയുക, ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലോട്ട് ബോൾ എത്തിക്കുന്നതിലും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അറ്റാക്സ് പലതും അവർ ഹൈ പ്രസ്സിങ് ആയിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ്. കാരണം അവസാനമൊക്കെ ആയ സമയത്ത് അവന്മാർക്കൊക്കെ ഗോൾ അടിക്കണം. അവന്മാർക്കാണെങ്കിൽ അവർ അൽമാഡിയെ മാറ്റി സോർലോത്തിനെ മാറ്റി വേറൊരാളെ കൊണ്ടുവന്നു. യൂലിയൻ അൽവാരസ് അവസാനമൊക്കെ ആയ സമയത്ത് ഭയങ്കരമായിട്ട് ഫോമായി, ബാക്കിയുള്ള സമയത്തൊക്കെ വൻ പരാജയമാണെന്നുണ്ടെങ്കിലും അപ്പം അവന്മാർ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. ആ സമയത്തൊക്കെ കമവിംഗ ബോൾ കൺട്രോൾ ചെയ്ത് പാസ് ചെയ്ത് വീണ്ടും ബോൾ മേടിച്ച് അങ്ങനെ ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കമവിംഗ വൈസ് നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ മാച്ചിൽ പുൾ ഓഫ് ചെയ്തത് ആസ് എ മിഡ്ഫീൽഡർ. എന്തിനാണോ അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കമവിംഗ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എച്ച് അതുപോലെ തന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് റൗൾ അസൻസിയോയും റൂഡിഗറിനും രണ്ടുപേരെയും വലിച്ചു. എനിക്കറിയില്ല എന്താണ് സാബി അലൻസോ അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നറിയില്ല. റൂഡിഗർ കഴിഞ്ഞ മാച്ചിൽ പൊളി, ഒന്നും പറയാല്ല. റൂഡിഗറിൻ്റെ കാര്യത്തിലോട്ട് വരാം. എച്ച് ഈ ഒരു റൗൾ അസൻസിയും റൂഡിഗറും രണ്ടുപേരെയും പിൻവലിച്ച സമയത്ത് എച്ച് പിന്നെ സെൻറ്റർ ബാക്ക് ഒന്ന് കരേരാസുമായി ഫ്രാങ്ക് ഗാർസിയനെ ഇറക്കിയിരുന്നു. അദ്ദേഹം ലെഫ്റ്റ് ബാക്ക്, റൈറ്റിൽ ഫെഡറിക്കോ വാൽവർദെ. ആ ഒരു ഫോർമേഷനിലായി സെക്കൻഡ് ഹാഫിൽ. എന്തിനാണ് രണ്ടുപേരെയും വലിച്ചതെന്ന് എനിക്കറിയില്ല. രണ്ടുപേരും റൗൾ അസൻസിയും റൂഡിഗറും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് പെർഫോമൻസ് ആണ് അവർ പുൾ ഓഫ് ചെയ്തത്. കാര്യം ഫസ്റ്റ് ഹാഫിൽ എജാതി പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്ത്. ഞാൻ അന്തം വിട്ടു പോയി. റൂഡിഗർക്ക് ഒരു ബോൾ പോലും വിടുന്നില്ല. ഈ ഒരു സീസണിൽ ഇങ്ങനെ ഒരു റൂഡിഗറിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറയില്ല, ഇങ്ങനെ ഒരു റൂഡിഗറിനെ ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തു. റൗൾ അസൻസിയോ അത് തന്നെ ഒരു ബോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അവസാനം അവന്മാരൊന്നും തളർന്ന് ഫറ്റീഗായി വളരെ എന്താ പറയുക ക്ഷീണിച്ച സമയത്താണ് ആ ഒരു സൊർലോത്തിൻ്റെ ആ ഒരു സിമിയോണിയുടെ ആ ഒരു ഹൈ ബോൾ വരുന്നത്. അപ്പോൾ അവന്മാർക്ക് മാനം വരുന്നെങ്കിൽ ചാടാൻ പറ്റിയില്ല. അതുകൊണ്ട് സൊർലോത്തിന് ആ ഒരു ഹെഡ് കിട്ടി. അല്ലെങ്കിൽ ആ ഹെഡും വിടില്ല, അതും ഗോളാവില്ല. സൊർലോത്തിനൊക്കെ ഫസ്റ്റ് ഹാഫിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ചാൻസ് കിട്ടുന്നു. പക്ഷേ റൂഡിഗർ റൗൾ അസൻസിയോ ബ്ലോക്ക് ചെയ്തു. അവന്മാർ പൊളിയടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ അതാ പറഞ്ഞ ആസ് എ ടീം എച്ചാതി പെർഫോമൻസ് ആണ്. എല്ലാവരും ഫോം ആയപ്പോൾ ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ കളി കാണാൻ എന്ത് രസമാണ്. ഈ ഒരു റയൽ മാഡ്രിഡിനാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിലോട്ട് ആ ഒരു ഗോൾ സ്കോറിംഗ് മെഷീൻ എംബാപ്പയും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ ബാഴ്സലോണ കയ്യിലും പിടിച്ചെടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബാഴ്സലോണ ഹിറ്റ്സ് ഡിഫറൻറ്റ്, അത് വേറെ, അതിലോട്ടൊക്കെ വരാം. സൂപ്പർ കോപ്പ ഡി എസ്പാനിയ എന്താണ് അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ളത് ആ ഒരു ഫൈനൽ കാര്യങ്ങൾ. സോ ഇങ്ങനെയൊക്കെയാണ് ടോട്ടലി പൊക്കോണ്ടിരിക്കുന്നത്. ഫെഡറിക്കോ വാൽവർദെ ആ ചങ്ങായിനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഒരു ഗോൾ ഒരു അസിസ്റ്റ്. കഴിഞ്ഞ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാൽവർദെ കൊടുക്കണം. ആ ഒരു റൈറ്റ് ബാക്ക്, ആ ചങ്ങായിൻ്റെ പൊസിഷൻ പോലും അല്ല റൈറ്റ് ബാക്ക്. ഒരു റൈറ്റ് മിഡ്ഫീൽഡർ റൈറ്റ് വിങ്ങർ കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ്. ആരുമില്ലാത്ത സമയത്ത് റൈറ്റ് ബാക്ക് കളിക്കുന്ന പ്ലെയർ. പക്ഷേ റൈറ്റ് ബാക്ക് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ചങ്ങായി കളിച്ച് ബോൾ കൺട്രോൾ ചെയ്ത് ബോൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നു, പ്രോപ്പറായിട്ട് ടൈമിൽ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് വാൽവർദെ കളിച്ചു. ലെഫ്റ്റ് ബാക്കിൽ കരേരാസ് കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു ടു ബി ഫ്രാങ്ക്. ആ സിമിയോണി ചങ്ങായി കരേരാസിനിട്ട് വട്ടം കറക്കിന്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ച രണ്ട് പ്ലേയേഴ്സാണ് ലൊറാൻ്റെയും സിമയോണി. അവന്മാർ രണ്ടുപേരും ആ റൈറ്റ് വിങ്ങിൽ കൂടെ കടന്ന് കരേരാസ് നിന്ന് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുക, അതാണ് ലിറ്ററലി. പിന്നെ ഒരു സിമയോണി വിനി ബാറ്റിൽ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. സിമയോണി ബോൾ കൊണ്ടുവന്ന സമയത്ത് വിനി ബോൾ ടാക്കിൾ ചെയ്തെടുക്കും, ചിലപ്പോൾ അത് ഫൗളാവും. വിനി ബോൾ കൊണ്ടുവന്ന സമയത്ത് സിമിയോണി അത് ടാക്കിൾ ചെയ്തെടുക്കും, ചിലപ്പോൾ അത് ഫൗളാവും, ചിലപ്പോൾ അത് റിക്കവർ ചെയ്ത് സ്കൂളായിട്ട് എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു റൈറ്റ് വിങ് ഉണ്ടല്ലോ, റയൽ മാഡ്രിഡിൻ്റെ ലെഫ്റ്റ് വിങ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ റൈറ്റ് വിങ്, അതിലൂടെയാണ് കൂടുതൽ അറ്റാക്ക് വന്നത്. കാര്യം പറയല്ലോ, അതിലൂടെയാണ് കൂടുതൽ അറ്റാക്ക് വന്നത്. പിന്നെ വേറെ ഒരാളുടെ പേര് റയൽ മാഡ്രിഡിൻ്റെ ഞാൻ പറയാൻ വിട്ടുപോയി, തിബോ കോർട്ടുവ. അദ്ദേഹം ആസ് യൂഷ്വൽ എപ്പോഴും എങ്ങനെയാണോ ഗ്രേറ്റ് പെർഫോമൻസ് പുറത്തെടുക്കുന്നത് അതുപോലെ ഈ ഒരു മാച്ചിൽ പെർഫോമൻസ് എത്തുന്നത്. ആസ് യൂഷ്വൽ എന്ന് പറയാൻ കാരണം ആസ് യൂഷ്വൽ ഗ്രേറ്റ് പെർഫോമൻസ്. ഓക്കെ, എങ്ങനെയാണോ അടിപൊളിയായിട്ട് അദ്ദേഹം കളിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാച്ചിലും കളിച്ചിട്ടുണ്ട്. സോ അതാണ് ഒരു റയൽ മാഡ്രിഡ് ഓൾ പ്ലേയേഴ്സിൻ്റെ ഒരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. കഴിഞ്ഞ മാച്ചിൽ എങ്ങനെയാണ് അവർ കളിച്ചത്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ ആ ഒരു വിനീഷ്യസ് ജൂനിയർ ഡിയേഗോ സിമിയോണി ഉണ്ടായ ആ ഒരു ഇഷ്യൂ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വിനീഷ്യസ് ജൂനിയറിനെ സബ് ചെയ്യണം. ആസ് യൂഷ്വൽ കഴിഞ്ഞ 2 മാച്ചസായിട്ട് നമുക്കറിയാം വിനീഷ്യസ് ജൂനിയറിൻ്റെ ബൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റയൽ മാഡ്രിഡ് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ വിനീഷ്യസ് ജൂനിയർ ഇങ്ങനെ സബ് ചെയ്തിരിക്കുന്ന സമയത്ത് ഡിയേഗോ സിമിയോണി പറഞ്ഞു, വിനി എനിക്ക് കേൾക്കുന്നുണ്ട്, ആരൊക്കെയോ കൂക്ക് വിളിക്കുന്നുണ്ട്, നിന്നെ ഈ അടുത്ത് ഫ്ലോറന്റീനോ പെരേസ് ഇട്ട് നേരെ പുറത്താക്കും, കിക്ക് ഔട്ട് ചെയ്യും. എന്തിനാണ് ഡിയേഗോ സിമിയോണി അതവിടെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓഫ് കോഴ്സ് 2-1 എന്നുള്ളൊരു സ്കോറിന് ആ സമയത്ത് പരാജയപ്പെട്ടിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഓക്കെ, അവർ റയൽ മാഡ്രിഡ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് ടീമിനെ ഒന്ന് ചൂടാക്കണം. എനിക്ക് തോന്നിയ കാര്യം കേട്ടോ, ടീമിനെ ഒന്ന് അവന്മാർ അണ്ടർ പ്രഷറിലാക്കണം, അവന്മാരെ ഒന്ന് ചൂടാക്കണം. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു എര എന്ന് പറയുന്നത് വിനിയാണ്. വിനി എന്ന് പറയുന്നത് നമുക്കറിയാം ടാർസനാണ്, എല്ലാ വള്ളിയും കയറി പിടിക്കും. പക്ഷേ ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു കാര്യം ഡിയേഗോ സിമിയോണി പറയും എന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും അതിന് തിരിച്ച് റിപ്ലൈ വിനി പറഞ്ഞിരിക്കണം. അത് വിനി പറയുകയും ചെയ്തു, ഡിയേഗോ സിമിയോണിക്ക് കൊടുക്കുകയും ചെയ്തു. ഇൻക്ലൂഡിങ് സാബി അലൻസോ, റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാഫ് എല്ലാവരും വിനിയുടെ കൂടെ നിന്നു. ഏതാണ് എനിക്ക് പേഴ്സണലി സന്തോഷമായ കാര്യം, ഞാൻ വേണമെങ്കിൽ സൈഡിലൂടെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എനിക്ക് പേഴ്സണലി സന്തോഷമായ കാര്യം. സാബി അലൻസോ വരെ ഡിയേഗോ സിമിയോണി പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ആ ഒരു വേർഡ്സ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ സംഭവം ഡിയേഗോ സിമിയോണി മനസ്സുകൊണ്ട് ആ ചങ്ങായിനെ വെറുപ്പിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ല, ആ ഒരു ടീമിനെ അവരൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. വാൽവർദെ പറഞ്ഞു അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഞങ്ങൾ ജയിക്കുന്നത്തെ മാച്ച് ആ ഒരു മൈൻഡ് സെറ്റിലാണ് വാൽവർദെയൊക്കെ ആ ഒരു ഡിയേഗോ സിമിയോണിൻ്റെ അടുത്ത് നിന്നിരുന്നത്. സോ ഇതാണ് ബേസിക്കലി നടന്നത്. പിന്നെ കളി കഴിഞ്ഞ് വിനി ജൂനിയർ മറ്റേ ഡിയേഗോ സിമിയോണിനെ കാത്തിക്കുന്നുണ്ടായിരുന്നു കൈ എടുക്കാനൊക്കെ. പക്ഷേ ഡിയേഗോ സിമിയോണി അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അത് നോക്കേണ്ട കാര്യമില്ല. വിനി എന്തായാലും ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. എനിക്ക് തോന്നുന്നില്ല ഈസ് എ വെരി ജെനുവിൻ പ്ലെയർ അടി. അങ്ങനെ ഒരു ഈഗോ കയ്യിൽ വെച്ച് നടക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. പിന്നെ ഫെബ്രിസിയോ റൊമാനോ ഒക്കെ പറയുന്ന അനുസരിച്ച് ചെൽസി 160 മില്യൺ ഓഫർ വിനി ജൂനിയറിന് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വെച്ചിട്ടില്ല. ലിറ്ററലി ചെൽസി അങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടില്ല. റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ വിനി ജൂനിയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള എന്താ പറയുക ദൃഢനിശ്ചയത്തിലാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യണം, അത് നിർബന്ധമാണ്. അത് അപ് ടു വിനിയാണ്. വിനി പിന്നെ സൈൻ ചെയ്യുന്നതിനനുസരിച്ചാണ്. റയൽ മാഡ്രിഡ് ഈസ് റെഡി ടു എക്സ്റ്റെൻഡ് ദ കോൺട്രാക്ട് ഇൻ റയൽ മാഡ്രിഡ്. ഓക്കെ, റയൽ മാഡ്രിഡ് റെഡിയാണ്, ഫ്ലോറന്റീനോ പെരസ് റെഡിയാണ്. അവരൊരിക്കലും അവനെ വിനിയെ പുറത്താക്കില്ല, എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് തന്നെയാണ് കറൻറ്റ്ലി റയൽ മാഡ്രിഡ് വിശ്വസിക്കുന്നതെന്നാണ്. ബാക്കിയൊക്കെ അപ് ടു വിനി, ദാറ്റ്സ് എ ഫാക്ട്. അത് ബാക്കി വിനിയുടെ കയ്യിലാണ്. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ റയൽ മാഡ്രിഡ് ഇന്നത്തെ മാച്ചിലെ ഗോളുകൾ ഒക്കെ വന്നത് ഒന്ന് വാൽവർദേൻ്റെ ആ ഒരു പവർഫുൾ തണ്ടറിങ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആ സാധനം, ആ ഫ്രീ കിക്ക്, അത് കണ്ട് എനിക്ക് ഹാപ്പിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വാൽവർദേൻ്റെ ആ ഒരു ഗോൾ കാണുന്നത്. ഞാൻ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സോ ഫസ്റ്റ് ഹാഫിൽ പിന്നെ അങ്ങനെ ഗോളുകളൊന്നും വന്നിട്ടില്ല. രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. സൊർലോത്തിന് നല്ല ചാൻസ് കിട്ടിയിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ. ഡിയേഗോ സിമിയോണി ഞാൻ പറഞ്ഞല്ലോ ആ റൈറ്റ് വിങ്ങിലൂടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ചങ്ങായിക്ക് വേറൊരു പണിയില്ല, ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. റയൽ മാഡ്രിഡിനെ ലിറ്ററലി ഒന്ന് ത്രട്ടൻ ചെയ്തത് സിമിയോണിയാണ്, വേറെ ആരുമല്ല. അത് കഴിഞ്ഞ റിയാദ് മെട്രോപൊളിറ്റോയിലും ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ. 5-2 എന്നുള്ളൊരു സ്കോറിന് റിവെഞ്ച് കിട്ടിയിട്ടോ. 2-1 എന്നുള്ളൊരു സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ബട്ട് സ്റ്റിൽ നോക്കൗട്ടിൽ റയൽ മാഡ്രിഡിനെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. അതിപ്പോഴും അവർക്ക് നടന്നിട്ടില്ല. ഞാൻ എൻ്റെ പ്രിവ്യൂലും പറഞ്ഞ കാര്യമാണ്, നോക്കൗട്ടിൽ എപ്പോഴും അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ് ഒരു മാച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിജയിക്കുന്നത് റയൽ മാഡ്രിഡ് ആയിരിക്കും. അത് തന്നെ സംഭവിച്ചു. ഓക്കെ, ലീഗിൽ ചിലപ്പോൾ തോൽക്കുമായിരിക്കും, പക്ഷേ നോക്കൗട്ടിൽ ചാമ്പ്യൻസ് ലീഗിലോ ഏതെങ്കിലും കൊപ്പ ഡെൽ റേയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നോക്കൗട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ റയൽ മാഡ്രിഡ് ജയിക്കുള്ളൂ. ദാറ്റ് ഈസ് ഗോസ് ടു റയൽ മാഡ്രിഡ്. മാഡ്രിഡ് ഡെർബി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ചോയ്സ് ചെയ്തതേ റയൽ മാഡ്രിഡ്. ജിദ്ദയിൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ചെയ്ത റയൽ മാഡ്രിഡ്. സോ സപ്പോർട്ട് മൊത്തം അവർക്കാണ്. ലിറ്ററലി റയൽ മാഡ്രിഡ് ജസ്റ്റ് നെയിൽഡ് ഇറ്റ് ആ ഒരു മാച്ച്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ പോയി പ്രത്യേകിച്ച് ഗോളുകളൊന്നും വന്നില്ല. 1-0 എന്നുള്ളൊരു സ്കോറിന് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. സെക്കൻഡ് ഹാഫിൽ 57ാമത്തെ മിനിറ്റ് ആയ സമയത്ത് ഫെഡറിക്കോ വാൽവർദെ റോഡ്രിഗോൻ്റെ ഒരു റണ്ണ് വാച്ച് ചെയ്തു, നേരെ കൊടുത്തു വാൽവർദെ റോഡ്രിഗോ ഫസ്റ്റ് ടച്ച് കിട്ടുന്നതായതുകൊണ്ട് നേരെ അതിന് ഡിഫൻഡർ ബീറ്റ് ചെയ്ത് 3ാമത്തെ ടച്ചിന് അദ്ദേഹത്തിന് കിട്ടി. ആ ടച്ചും കൊണ്ട് അങ്ങനെ പോയി ഷോട്ട് അടിച്ചു. ഗോൾ മാൻ യോഹാന ബ്ലാക്ക് ഈസ് ബീറ്റൻ. അത്രയേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസ് ഉണ്ടായിരുന്നു റോഡ്രിഗോക്ക് വിനിക്ക് കൊടുക്കാനുള്ള. അത് അവിടെയാണ് എനിക്ക് റോഡ്രിഗോനോട് കഴിഞ്ഞ മാച്ചിൽ ആകെ ഒരു ദേഷ്യം തോന്നിയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. അത് എന്തുകൊണ്ട് വിനിക്ക് കൊടുത്തില്ല? ഓൾറെഡി വിനിയുടെ മറ്റേ കോൺവെർസേഷനൊക്കെ ലീക്കായിട്ടുണ്ട്. ഗോൺസാലയോട് പറയും എനിക്ക് പാസ് തരാതെ, അവരെല്ലാവരും വെറുതെ ട്രിബിൾ ചെയ്യുക, പാസ് ചെയ്യുക, ഗോൾ അടിക്കുക, അത് മാത്രമേ ഉള്ളൂ. വിനിക്ക് പാസ് കൊടുക്കുന്നില്ല. ഓൾറെഡി ആ ഒരു വേർഡ്സ് ലീക്കാവുന്നുണ്ട്. അതിന് സമാനമായൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. സംഭവം റോഡ്രിഗോ മനസ്സറിന് കൊടുത്തൊന്നാവില്ല. നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു റോഡ്രിഗോൻ്റെ, നല്ല ഡ്രിബ്ലിംഗ് ആയിരുന്നു. പക്ഷേ വിനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90% ഗോളാവുള്ള ചാൻസിനിടെ ഇവൻ കൊണ്ടേ റോഡ്രിഗോ കൊണ്ടേ തുലച്ചത്. അടിച്ച് നേരെ അബ്ലാക്കിൻ്റെ അണ്ണാക്കൊക്കെ അടിച്ചു കൊടുത്ത്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിൻറ്റിങ് സിറ്റുവേഷൻ ആയിരുന്നു അത് റയൽ മാഡ്രിഡിൻ്റെ. സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ റോഡ്രിഗോ ഗോൾ സ്കോർ ചെയ്യുന്നു, 2-0 എന്നുള്ള സ്കോറിന് മുന്നിലാവുന്നു. വിത്തിൻ 3 മിനിറ്റ്സ് സിമിയോണിയുടെ അസിസ്റ്റിൽ നിന്നും സൊർലോത്ത് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അവിടെ വിനീനെ പലരും മാർക്കൊക്കെ വിനീനെ കുറ്റം പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അവിടെ വിനിയെ ഒരു മണ്ണാങ്കട്ടേ തോന്നിയില്ല. ആ ചങ്ങായി മാക്സിമം അവിടെ വർക്ക് റേറ്റ് ഇട്ടിട്ട് കരേരാസും ഡിഫൻഡേഴ്സും അവിടെ അവരവരുടെ പണിയെടുക്കാഞ്ഞിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. ബാക്കി നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഹിറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ അഭിപ്രായം ഇതാണ്, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ അത് കഴിഞ്ഞ് പിന്നെ പറയണ്ടല്ലോ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആധിപത്യം യൊറാൻ്റെയും സിമയോണിയും ഒരു 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യൂലിയൻ അൽവാരസ് 80 മിനിറ്റ് വരെ യൂലിയൻ അൽവാരസ് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഓഫ് ദ ബോൾ റണ്ണ് ശരിയാവുന്നില്ല, ഡിസിഷൻ മേക്കിംഗ് പലതും റോങ്. പക്ഷേ 80 മിനിറ്റിന് ശേഷം എല്ലാം കറക്റ്റാണ്. ഒരു 90+4 മിനിറ്റ് ആയ സമയത്ത് ആ ചങ്ങായിക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നു യൂലിയൻ അൽവാരസിന്. മാൻ തലയെ കൈ വെച്ച് പോയി ഞാൻ. പക്ഷേ
ഗോളായില്ല പടച്ചോക്കത്ത്. അത് അവിടെ അത് കഴിഞ്ഞതോടുകൂടി പിന്നെ ഓൾമോസ്റ്റ് ഉറപ്പായി റയൽ മാഡ്രിഡ് തന്നെ വിജയിക്കും എന്നുള്ള കാര്യം. സോ അങ്ങനെ ആ ഒരു സെക്കൻഡ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇനി വരാനുള്ളത് സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ, റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ. ബാഴ്സലോണ എന്ന് പറയുന്നത് 9 games കണ്ടിന്യൂസ് ആയിട്ട് ഒരു റോളി വിജയിച്ച് ഫോം അറ്റ് ഇറ്റ്സ് പീക്കാണ്. അവന്മാരെ പൊട്ടിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. റയൽ മാഡ്രിഡ് ആണെന്ന് ഇവിടെ എംബാപ്പെ ഇല്ല, പക്ഷേ ആസ് എ ടീം ഒരു നല്ല പെർഫോമൻസ് നടക്കുന്നുണ്ട്. അവർ വിജയിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് സീസണിലെ ഫൈനലിലെ ഹ്യൂമിലിയേഷൻ വീണ്ടും നടക്കും. റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബാഴ്സലോണ വിജയിക്കുമോ? റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ തിരിച്ചടിച്ച് റിവെൻ്റ് അടിച്ച് ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാനിയ മാച്ച് വിജയിച്ച് ആ ഒരു കപ്പ് എടുക്കും. ലാസ്റ്റ് സീസണിൽ മിസ്സായ ഒരു സാധനമാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ഒരു സീസണിൽ പൊക്കിയേ പറ്റൂ. ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്, അവന്മാർക്കും അത് പൊക്കിയേ പറ്റൂ. സോ ആര് വിജയിക്കും? എൽ ക്ലാസിക്കോ ഫൈനൽ, റഫീഞ്ഞ, ലമീൻ യമാൽ, ഫെറാൻ ടോറസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലെവൻഡോസ്കി വേഴ്സസ് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, ഗോൺസാലോ ഗാർസിയ, ബെല്ലിംഗാം വരെല്ലാവരും ഉണ്ട്. സോ എനിക്കത് ആ മാച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ് സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ. സോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ, നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.